കോഴിക്കോട് തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൽ തിരയിൽ 4 പേര് പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിൽ 3 പേരുടെ മരണം സംഭവിച്ചു. കൽപ്പറ്റ സ്വദേശികളാണ് മരിച്ചതെന്നുള്ള വിവരവും ലഭ്യമാവുന്നു. CK വിജയനാണ് വിശദാംശങ്ങൾ നൽകുക. CK, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരാൾ അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇവരെയും കൊണ്ട് ആംബുലൻസ് ആശുപത്രിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. ഇതിലിപ്പോൾ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു എന്നതാണ് സ്ഥിരീകരിച്ച വിവരം. അനീസ, വാണി, ബിനൂഷ്, ഇങ്ങനെ 3 പേരാണ് ഇപ്പോൾ മരിച്ചത്. 4 പേർ തിരയിൽപ്പെട്ടു. ഈ 4ാമത്തെ ഒരാൾ കൂടി അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന വിവരം കൂടെ വരുന്നുണ്ട്. ഈ കൽപ്പറ്റ സ്വദേശികളാണ് ഇവരൊരു 1 ഡേ ടൂറിന് വേണ്ടി ഈ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൽ എത്തിയതാണ്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ബാക്കി ആൾക്കാരെല്ലാം തന്നെ ഈ കടലിൽ പെടുകയും ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ നാട്ടുകാരും മറ്റും ഇടപെട്ടെങ്കിലും ആൾക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ മൃതദേഹം ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ ജിംനേഷ്യം നടത്തിപ്പുകാരാണ് ഇവർ എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അവരാണ് ഇന്ന് ഒരു വിനോദയാത്രയുമായി യാത്രക്കായി ഈ സ്ഥലത്ത് എത്തിയത്. അതായത് കൊയിലാണ്ടിക്കടുത്തുള്ള തിക്കോടിയിലെ ബീച്ചിൽ എത്തിയത്. ആ ബീച്ചിൽ വെച്ചാണ് ഇവർ കടലിൽ പെടുകയും ചെയ്തത്. 4 പേരിൽ ഇതിൽ ഒരാൾ കൂടി, ഇപ്പൊ 4 മരണമായി എന്ന രീതിയിൽ ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 4ാമത്തെ ആൾ കൂടി മരിച്ചു എന്നുള്ളത്. അപ്പോൾ അനീസ, വാണി, ബിനൂഷ് എന്നിവരുടെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്.